ഞാൻ ക്രോഷറ്റ് പ്രൊജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ക്രോഷറ്റ് ഡ്രിങ്കർ ഡിഷാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ മുമ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ യെല്ലോ കളർ യാണ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഹുക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഞാൻ മാജിക് റിംഗ് ആണ് ഇടുന്നത്. അതിനുശേഷം 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് 10 ഡബിൾ ക്രോഷിയാണ് ഞാൻ ചെയ്യുന്നത്. 10 ഡബിൾ ക്രോഷി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇടേണ്ടത്. ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് മുഴുവനായിട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം 2 ചെയിൻ സ്റ്റിച്ച് ഇടുക, പിന്നെ ഡബിൾ ക്രോഷ് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷിൻ്റെ ഉള്ളിൽ തന്നെ 2 ഡബിൾ ക്രോഷ് ചെയ്യണം. പിന്നെ ഞാൻ ഓരോ പ്രൊജക്റ്റ് ചെയ്ത് പഠിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. ഈ ഒരു പാറ്റേൺ ഇപ്പോൾ ഞാൻ 6 റൗണ്ട് ചെയ്യുന്നുണ്ട്. ഈ 6 റൗണ്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളെ ഡ്രിങ്കർ ഡിഷിൻ്റെ ഒരു രൂപത്തിക്ക് വരുന്നത്. പിന്നെ 6ാമത്തെ സ്റ്റിച്ചിൽ മാറ്റേണ്ട ഈ സ്റ്റിച്ചല്ല വരുന്നത്. 5 സ്റ്റിച്ച് വരേക്കും ഒരേ പാറ്റേൺ ആണ്. 6ാമത്തത് ഒരിത്തിരി വ്യത്യാസമുണ്ട്. 6ാമത്തെ സ്റ്റിച്ചിൽ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ 5ാമത്തെ റൗണ്ട് വരെ ഒരു സ്റ്റിച്ചിൽ 2 സ്റ്റിച്ചസ് വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കറക്റ്റ് സ്റ്റിച്ചസ് കൊടുത്തോണ്ട് തന്നെയാണ് ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുള്ളത്. ഡ്രിങ്കർ ഡിഷിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ 6ാമത്തെ സ്റ്റിച്ചിൽ മാറ്റം വരുത്തണം. 5 വരെ ചെയ്തതിൽ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ 2 സ്റ്റിച്ച് വരെ കൊടുത്തതിൻ്റെ പകരം ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിച്ച് മാത്രം മതി. ഇത് പെട്ടെന്ന് അങ്ങോട്ട് വേഗം മനസ്സിലാവില്ല. ഇതിൽ ചെറിയ ബേസിക് ഒക്കെ അറിയുന്നവർക്ക് വേഗം ചിലപ്പോൾ മനസ്സിലായേക്കാം. പിന്നെ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഒരു 10 രൂപൻ്റെ യാണും ഒരു ഹുക്കും ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഡ്രിങ്കർ ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം.